തിരുനാവായയിലെ കേരള കുംഭമേളയിലെ വസന്ത പഞ്ചമി സ്നാനം ജനുവരി 23-ന്. വസന്ത പഞ്ചമി ശ്രീപഞ്ചമി എന്നും സരസ്വതി പഞ്ചമി എന്നും വസന്ത പഞ്ചമിക്ക് പേരുകളുണ്ട്. മാഘമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 5-ാമത്തെ ദിവസമാണ് വസന്ത പഞ്ചമി. കേരളത്തിൽ വിജയദശമിക്കാണെങ്കിലും ഭാരതത്തിൽ മിക്കയിടത്തും കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് സരസ്വതി പ്രഭാവം നിറഞ്ഞു നിൽക്കുന്ന വസന്ത പഞ്ചമിക്കാണ്. വീഴുന്ന വിത്തെല്ലാം വളർന്നു വികസിച്ച് പൂത്തുലയുന്ന കാലമാണ് വസന്തം. ചന്ദ്രൻ ബുദ്ധികാരകനും സങ്കല്പകാരകനുമാണ്. അതുകൊണ്ടുതന്നെ ഈ പഞ്ചമിയിൽ നമ്മളുടെ ചിന്തയിൽ വീഴുന്ന എന്തും സരസ്വതി കടാക്ഷത്താൽ വളരുകയും പൂത്തുവിടർന്ന് വസന്തമാവുകയും ചെയ്യും. കവികൾക്കും കലാകാരന്മാർക്കും വിദ്യാന്വേഷകർക്കും സരസ്വതിയും വസന്തവും ചേർന്ന ഈ ദിനത്തിലെ സ്നാനം ഏറെ പ്രധാനം. പ്രകൃതിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന സരസ്വതി ചൈതന്യം പൂർണ്ണമായും സ്വീകരിച്ചാണ് അന്ന് ഭാരതപ്പുഴ ഒഴുകുന്നത്. തിരുനാവായയിലെ കേരള കുംഭമേളയിലെ വസന്ത പഞ്ചമി സ്നാനം ജനുവരി 23-ന്. അന്നേ ദിവസത്തെ വിശേഷാൽ പൂജകൾ: 1. ചതുരാംബികാ പൂജ. ദേവയാനം ത്രികാലത്തിൽ രാവിലെ 6 മണി, ഉച്ചയ്ക്ക് 1:30, വൈകിട്ട് 6 മണിക്ക്. പഞ്ചമി തിഥി പൂരുരുട്ടാതി നക്ഷത്രം. ആചാര്യൻ ബാലകൃഷ്ണ പൈ. ദിക്കിൻ്റെ ദേവതകളാണ് ചതുരാംബികമാർ. ദേശരക്ഷയ്ക്കായി പരശുരാമൻ പ്രതിഷ്ഠിച്ചവർ. ദേശത്തെ കേരളമായും സ്വന്തം ഭൂമിയായും സ്വന്തം ദേഹമായും ഒരേ സമയം സങ്കൽപ്പിക്കാം. ബാല്യകാലം ബാലാംബിക, ജീവിത വിജയത്തിന് ലോകാംബിക, വരും തലമുറയ്ക്കു കൂടിയുള്ള ഐശ്വര്യത്തിനായി ഹേമാംബിക, മോക്ഷത്തിന് മൂകാംബിക. ഗൃഹസംബന്ധമായ തടസ്സങ്ങൾക്കും സ്ഥലസംബന്ധിയായ പ്രശ്നങ്ങൾക്കും ദേഹത്തിന് വന്ന വിഷമതകൾക്കും ഈ ദേവതകളുടെ അനുഗ്രഹം തേടുന്നത് നല്ലതാണ്. 2. യക്ഷി പൂജ. രാത്രി 7:30 മുതൽ. ആചാര്യൻ ബാലകൃഷ്ണ പൈ. യക്ഷി ദേവിയെ പൂജിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹം കൂടി നേടാം. ശത്രുബാധകൾ, ബാധാദോഷങ്ങൾ, മാന്ത്രിക പ്രശ്നങ്ങൾ, സ്ഥലസംബന്ധിയായ ബന്ധനം എന്നിവയൊക്കെ മാറാൻ ഈ പൂജയിൽ പങ്കെടുക്കാവുന്നതാണ്. നേരിട്ട് പങ്കെടുത്തോ സമർപ്പണങ്ങളിലൂടെയോ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളവർക്കും പൂജകളിൽ പങ്കാളികളാവാവുന്നതാണ്.